നമ്മളിൽ പലരും പല കാരണങ്ങൾ കൊണ്ട് നൂഡിൽസ് പാക്ക് വാങ്ങിയിട്ട് കഴിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഹോസ്റ്റലിൽ പഠിക്കുന്ന സ്റ്റുഡൻസ്, ഒറ്റയ്ക്ക് താമസിക്കുന്ന ചെറുപ്പക്കാർ, പിന്നെ വളരെ ബിസി ആയിട്ടുള്ള ഫാമിലിയിലും കുട്ടികൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ നൂഡിൽസ്. കുട്ടികൾക്കാണെങ്കിൽ അതിന്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഇതിനാണെങ്കിൽ ഒരു അഡിക്ഷൻ സ്വഭാവമുണ്ട്. ഒരിക്കൽ കഴിച്ചു തുടങ്ങിയ കുട്ടികൾ വീണ്ടും വീണ്ടും ഇത് ചോദിച്ചുകൊണ്ടിരിക്കും. എന്നാൽ നൂഡിൽസ് കഴിക്കുന്നവരും നൂഡിൽസ് കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന പാരൻസും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് സ്ഥിരമായിട്ട് നൂഡിൽസ് ഉപയോഗിച്ചാൽ ശരീരത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളും കേടുകളുമാണ്. അതെങ്ങനെ തടയാമെന്നുള്ളത് നമുക്ക് നോക്കാം. സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മാഗി പോലുള്ള നൂഡിൽസിൽ ഏകദേശം 1800 മില്ലിഗ്രാം സോഡിയം ഉണ്ടാവും. അമേരിക്കൻ ഹാർട്ട് അസോസിയേഷന്റെ നിർദ്ദേശപ്രകാരം ഒരു വ്യക്തി ഒരു ദിവസം മാക്സിമം കഴിക്കാൻ പറ്റുന്ന ഉപ്പ് അഥവാ സോഡിയം 1500 മില്ലിഗ്രാം ആണ്. എന്ന് വെച്ചാൽ ഒരു പാക്കറ്റ് നൂഡിൽസ് കഴിച്ചാൽ ആ വ്യക്തിക്ക് അന്ന് കഴിക്കാവുന്ന ഏറ്റവും മാക്സിമം ലിമിറ്റ് സോഡിയം അപ്പോഴേ നമ്മൾ കഴിച്ചു കഴിഞ്ഞു എന്നാണ് അർത്ഥം. പക്ഷേ നമുക്കറിയാം നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ ചിലർ വീണ്ടും എക്സ്ട്രാ ഉപ്പിടും, അല്ലെങ്കിൽ നൂഡിൽസിന്റെ കൂടെ സോസ് ഒഴിക്കും, അതിന്റെ കൂടെ വേറെ എന്തെങ്കിലുമൊക്കെ കഴിക്കും. ഇതിനകത്തൊക്കെ എക്സ്ട്രാ വേറെ സോഡിയം ഉണ്ടാവും. അതിനും പുറമെ നമ്മൾ 3 നേരം കഴിക്കുന്ന വേറെ ഫുഡുകൾ ഉണ്ടാവും, അതിനകത്തും സോഡിയം ഉണ്ടാവും. ഇതെല്ലാം കൂടെ ചെല്ലുമ്പോൾ പലപ്പോഴും നൂഡിൽസ് കഴിക്കുന്ന ദിവസത്തെ നമ്മുടെ മൊത്തം സോഡിയം ഉള്ളിലേക്ക് എത്തുന്നത് ഏകദേശം 4-5 ഗ്രാം ആയിരിക്കും. അത് വളരെ കൂടുതലാണ്. എന്ന് വെച്ചാൽ ഉപ്പാണ് നൂഡിൽസിലെ ഏറ്റവും വലിയ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, നൂഡിൽസിനകത്ത് ഒരുപാട് ട്രാൻസ് ഫാറ്റുകളുണ്ട്. ഇതിന് കാരണം നൂഡിൽസ് പാക്ക് ചെയ്യുന്നതിന് മുമ്പ് നന്നായിട്ട് ഡീപ് ഫ്രൈ ചെയ്യുന്നുണ്ടാവും. ഏകദേശം ഒരു 8 ഗ്രാമോളം ട്രാൻസ് ഫാറ്റ് ഉണ്ടാവും ഒരു പാക്കറ്റിൽ.